ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 9 മണിവരെ 11.11% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിലെ 24 മണ്ഡലങ്ങളിൽ 8 എണ്ണം ജമ്മുവിലും 16 എണ്ണം കശ്മീരിലുമാണ്. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം അത് പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. ബി ബാലഗോപാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, പോളിംഗ് ബൂത്തിലേക്ക് 10 വർഷം കഴിഞ്ഞെത്തുന്നു. അപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? മികച്ച പോളിംഗ് എന്ന് പറയാമോ? ആര്യ, ആദ്യ 4 മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗിൽ 11 മണിവരെ 26.72% വോട്ടർമാർ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ കണക്കുകളിൽ വ്യക്തമാകുന്നത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഉള്ള പോളിംഗ് ശതമാനം ഇതാണ്. അതായത് അനന്തനാഗ് 25.55%, ദോദ 32%, കിസ്തുവാർ 32.69%, പുൽവാമ 20.37%, കുൽഗാം 25.95% തുടങ്ങി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ആദ്യ 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഏതാണ്ട് 20%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ പല ബൂത്തുകളിലും നീണ്ട നിര, വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് ഈ ദൃശ്യമാണ്. അതുപോലെ തന്നെ വനിതാ വോട്ടർമാരാണ് ഈ പല ബൂത്തുകളിലും കൂടുതലായി വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് 10 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 24 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഇതിൽ കശ്മീരിലെ 16-ഉം ജമ്മുവിലെ 8-ഉം ഉൾപ്പെടെ മണ്ഡലങ്ങളാണ് ഉള്ളത്. 9 വനിതാ സ്ഥാനാർത്ഥികളടക്കം 219 പേരാണ് ഈ ജനവിധി തേടുന്നത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ചില മണ്ഡലങ്ങളുടെ വരുന്ന പ്രദേശങ്ങളിൽ ഈ ഭീകരാക്രമണം മറ്റും നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഈ വോട്ടെടുപ്പിന് വിവരങ്ങൾ നൽകിയത്.